ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കിച്ചണിലേക്ക് കയറുകയാണ്. അപ്പം ബഷക്ക് മക്കളും പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓണാക്കിയിടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ചായക്കുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നൂൽപുട്ടാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു മീറ്റപ്പ് ഉണ്ട്. നമ്മുടെ ഷീ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ 5th ആനിവേഴ്സറി, പിന്നെ അന്ന് വുമൻസ് ഡേയും കൂടിയാണ്. അപ്പോൾ ചായയൊക്കെ റെഡി ആകുമ്പോഴേക്കും അതാ മക്കളും പക്ഷിക്കും വന്നിട്ടുണ്ട്. ചായ കൊടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കണ്ണൂർ വരെ പോകണം. അപ്പോൾ കണ്ണൂർ പയ്യാമ്പലത്തുള്ള കണ്ണൂർ ക്ലബ്ബ് എന്ന് പറഞ്ഞ സ്പോട്ടിൽ വെച്ചാണ് നമ്മൾ പരിപാടി നടക്കുന്നത്. അപ്പോൾ രാവിലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം തന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി വെച്ചിട്ടുള്ള ചെമ്മീൻ കറി ഉണ്ട്, അതൊന്ന് ചൂടാക്കി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി റെഡിയാക്കാനില്ല. ഉച്ചയ്ക്ക് ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറും കുറച്ച് പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കണം. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ രാത്രി തന്നെ മസാലയൊക്കെ പുറക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കണം. നൂൽപുട്ടും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചൂടാറാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോഴേക്കും മോള് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവൾക്കുള്ള ഫുഡ് ഞാനതാ കൊടുത്തിട്ടുണ്ട്. അവൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ഗ്യാസിൽ 3 അടുപ്പിലായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നിട്ട് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്, മറ്റേത് പരിപ്പ് കറി വെച്ചിട്ടുണ്ട്, പിന്നെ നൂൽപുട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ കുക്കർ ചെറുതായിട്ടൊന്ന് പണി മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരക്കിട്ട ദിവസങ്ങളിലായിരിക്കും ഇങ്ങനത്തെ പണി നമുക്ക് കിട്ടുക. അപ്പോൾ അതൊന്ന് ഒന്നും കൂടി അയച്ചിട്ട് റെഡിയാക്കി ഇടുന്നുണ്ട്. അപ്പോഴേക്കും റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഇങ്ങനെ തൈര് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് തന്നെ തൈരും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പിന്നെ അതാ ഞാൻ പരിപ്പ് കറി ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷീ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ മലപ്പുറത്തുള്ളവർ, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട് അങ്ങനെ പല ജില്ലക്കാരും ഉണ്ട്. അതുപോലെ പല ജോലി ചെയ്യുന്നവരും യൂട്യൂബിൽ നിന്ന് ചെറിയ വരുമാനം കണ്ടെത്തുന്നവരും വലിയ വരുമാനം കണ്ടെത്തുന്നവരും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടവരും കാണാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ബസ്സിനാണ് പോകുന്നത്. അവിടെ തളിപ്പറമ്പ് വെച്ചിട്ട് എനിക്കൊരു ഫ്രണ്ട് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവളെ കൂടെ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് റുമൈസയാണ്. അപ്പോൾ റുമൈസാൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. പിന്നെ തളിപ്പറമ്പിൽ നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിൽ അവിടെ നിർത്തി. നമ്മൾ കണ്ണൂർ പലഹാരം എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ മലപ്പുറത്തു നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. കഴിഞ്ഞ മീറ്റപ്പിന് പോകുന്ന സമയത്ത് ഞാൻ മുട്ടമാല ഉണ്ടാക്കിയിട്ട് എടുക്കുകയായിരുന്നു ചെയ്തത്. ഇപ്രാവശ്യം പിന്നെ ഒന്നും ഉണ്ടാക്കാനൊന്നും ടൈം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് പിരിയടയും പിന്നെ കുറച്ച് മണ്ടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ച് വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കണ്ണൂർ പയ്യാമ്പലത്തുള്ള കണ്ണൂർ ക്ലബ്ബ് എന്ന് പറഞ്ഞുള്ള സ്പോട്ടിലേക്കാണ്. അപ്പോൾ പയ്യാമ്പലം ബീച്ച് റോഡിലേക്കാണ് കയറിയത്. അപ്പോൾ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കടലിൻ്റെ ഒരു വൈബോട് കൂടി നമുക്ക് ഈ റിസോർട്ടിൽ ചിലവഴിക്കാം. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ റൂം സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പാർക്കിങ്ങിനുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ പാർട്ടി ഹാൾ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തുന്ന സമയത്ത് 2 പേര് മാത്രമായിട്ടാണ് എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മളവിടെ ഫുള്ളായിട്ട് ഒന്ന് നടന്ന് കണ്ടു. ഇവിടെ പുറത്താണെങ്കിലും ഇവൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള നല്ലൊരു സൗകര്യമുണ്ട്. നല്ല ലാൻഡ്സ്കേപ്പോട് കൂടി തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ. പിന്നെ അതാ അവർ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. നമ്മളങ്ങനെ നേരിട്ട് ഇതുവരെ കാണാത്തവരും കണ്ടവരും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അകത്ത് വലതുവശത്തായിട്ടാണ് റെസ്റ്റോറൻറ്റ് ഒരുക്കിയിട്ടുള്ളത്, ഇടതുവശത്തായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ നല്ല വിശാലമായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്. അപ്പോൾ മുകളിൽ ഇവരെ പാർട്ടി ഹാളിലാണ് നമ്മൾ പരിപാടി നടക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിട്ടുള്ള റംഷാദ് സാറും നിഷാന മാമും കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് സാജിദ, ഇത് തസ്രിത്ത ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിലും ആൾ നല്ലൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട്. തസ്രീത്ത ACPൻ്റെ ഭാര്യയാണ് കേട്ടോ. എന്നിട്ടും കൂടി യൂട്യൂബിലേക്ക് സ്വയം ഒരു വരുമാനം വേണമെന്നുള്ള രീതിയിൽ യൂട്യൂബിലേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ഓരോരുത്തരും യൂട്യൂബ് ജേണിയെക്കുറിച്ചാണ് കേട്ടോ സംസാരിച്ചത്. അപ്പോഴേക്കത് നമ്മളെ വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുതന്നു. അതൊക്കെ നമ്മൾ കഴിച്ചു. പരിപാടി കുറച്ചും കൂടി രസകരമാകാൻ വേണ്ടി നമ്മൾ ഡംസ്ട്രാഷൊക്കെ ചെയ്തു കേട്ടോ. ഫിലിമിൻ്റെ നെയിമൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് നമ്മൾ ട്രൈ ചെയ്തു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോഴേക്കതാ മലപ്പുറത്ത് നിന്ന് നമ്മളെ സാറും നിഷാനയും പിന്നെ നിസ്മയും ഷാനാസൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അവർ കൊണ്ടുവന്ന മൊമെൻറ്റസും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം സാറിന് ചെറിയൊരു മോട്ടിവേഷൻ ക്ലാസ് പോലെ അങ്ങനെ ഉണ്ടായിരുന്നു. യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു. അതുപോലെ തന്നെ നിഷാനയും യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അതിൻ്റെയൊക്കെ ഓൺ വോയിസ് ഞാൻ ഇട്ടതായിരുന്നു. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് മ്യൂസിക്കിൻ്റെ സൗണ്ട് കൂടുതലും ഞാൻ വോയിസ് ഓവർ കൊടുത്തത് കുറഞ്ഞു പോയി. അതുകൊണ്ട് രണ്ടാമത് എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓൺ വോയിസ് ഇല്ലാത്തത്. പിന്നെ ഒരു 1:30 ആകുമ്പോഴേക്കും നമ്മൾ താഴേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ നല്ല ലക്ഷറി ആയിട്ട് തന്നെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൂപ്പുണ്ട്, പിന്നെ ഒരുപാട് സാലഡ്സ് ഉണ്ട്, പിന്നെ ചിക്കൻ ഐറ്റംസും ഒക്കെ ആയിട്ട് അപ്പം, ചപ്പാത്തി, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ്. നമുക്ക് അവരുടെ ഫുഡൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ചെറിയൊരു ബൗൾ ചിക്കൻ സൂപ്പ് കുടിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആവശ്യമുള്ളതൊക്കെ കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചു. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് താറാവ് കറിയായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച ശേഷം ഡെസേർട്ടിൻ്റെ ഭാഗത്തേക്ക് പോയി. അവിടെ ലഡു, കപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു, കേസരി, പിന്നെ പരിപ്പ് പ്രഥമൻ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പരിപ്പ് പ്രഥമനും പിന്നെ കുറച്ച് കേസരി ഫ്രൂട്ട്സൊക്കെ എടുത്തു, അതും കഴിച്ചു. പിന്നെ നമ്മളെ മൊമെൻറ്റോ വിതരണമായിരുന്നു. മൊമെൻറ്റോ എല്ലാവരും വാങ്ങി. പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്തു.
ഇത് കാസർഗോഡത്തെ പെരുന്നാളപ്പം എന്ന് പറയുന്നൊരു ഐറ്റമായിരുന്നു. അതിൽ ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ പരസ്പരം ഗിഫ്റ്റൊക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ സാറിനും നിഷാനക്കും കൊടുത്ത ഗിഫ്റ്റായിരുന്നു. റുമൈസിയാണ് കേട്ടോ, നമ്മളെ കൂട്ടത്തിൽ റുമൈസിയാണ് ഇത് ചെയ്തത്. അപ്പോൾ അവളുടെ ഇൻസ്റ്റൻ്റ് ID ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലത്തെ അടിപൊളി ഫ്രെയിം അവൾ സെറ്റാക്കി തരും കേട്ടോ. തസ്ലിത്താൻ്റെ ബ്രൗണി ഇല്ലാത്ത മീറ്റപ്പ് ഉണ്ടാവില്ല കേട്ടോ, അടിപൊളി ബ്രൗണി ആയിരുന്നു. പിന്നെ ഇവിടെ ഫോറിൻസൊക്കെ ഉണ്ട് കേട്ടോ, അവർ ഇതാ ഗെയിം കളിക്കില്ല. അപ്പോൾ അതൊന്ന് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അത് പുറത്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. അന്ന് വുമൻസ് ഡേ ആണ്. പിന്നെ നമ്മളെ ഗ്രൂപ്പിൻ്റെ 5th ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക്